കുടിയേറ്റക്കാരെ സംരക്ഷിക്കാൻ പുതിയ നിയമവുമായി കാനഡ. ഇമിഗ്രേഷൻ പോളിസിയിൽ കൃത്രിമം ചെയ്യുന്നവർക്കെതിരെയാണ് കാനഡ നടപടി ഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്റാറിയോ പ്രവിശ്യയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഇതനുസരിച്ച് ഇമിഗ്രേഷൻ നടപടിയിൽ കൃത്രിമം കാണിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പുതിയ നടപടിയിലൂടെ കുടിയേറ്റക്കാർ സംരക്ഷിക്കപ്പെടുമെന്നാണ് കാനഡ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മെച്ചപ്പെട്ട ജീവിതം പ്രതീക്ഷിച്ച് ഒന്റാറിയോയിലേക്ക് കുടിയേറുന്നവർക്ക് ഒരു ഫെഡറൽ ഇമിഗ്രേഷൻ സമ്പ്രദായം നാവിഗേറ്റ് ചെയ്യുന്നതിൽ ചിലർ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവരെ സഹായിക്കുന്ന പ്രതിനിധികൾ സത്യസന്ധരും വിശ്വസ്തരുമാണെന്ന് ഉറപ്പാക്കാനാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നാണ് കാനഡ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് അപേക്ഷകരുമായി രേഖാമൂലമുള്ള കരാറുകൾ തയ്യാറാക്കുകയും ഒപ്പിടുകയും വേണം. കൂടാതെ അവ ലൈസൻസ് ഉള്ളതോ രജിസ്റ്റർ ചെയ്തതോ ആണെന്ന് അപേക്ഷകനെ കാണിക്കണം. അതോടൊപ്പം അപേക്ഷകരെ അവരുടെ അപേക്ഷകളുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് കൃത്യമായി അറിയിക്കണം. കൂടാതെ അപേക്ഷകരെ അവരുടെ സ്വന്തം ഫയലുകൾ ആക്സസ് ചെയ്യാൻ അനുവദിക്കണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു. കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ വഞ്ചിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഇമിഗ്രേഷൻ പോളിസിയിൽ കൃത്രിമം കാണിച്ചാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും കാനഡ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നു. 3 മുതൽ 10 വർഷം വരെയാണ് വിലക്ക് ഏർപ്പെടുത്തുക. മനുഷ്യക്കടത്ത് പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ആജീവനാന്തം വിലക്ക് ഏർപ്പെടുത്തുമെന്നും സർക്കാർ അറിയിക്കുന്നു. സേവനങ്ങൾക്ക് പണം നൽകാതിരിക്കുക, കള്ളം പറയുന്നതിനും മറ്റുള്ളവരെ നുണ പറയാൻ പ്രേരിപ്പിച്ചാലും പിഴയുണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ മാറ്റങ്ങൾ ഇമിഗ്രേഷൻ സ്കാം കുറയ്ക്കാനുള്ള നടപടി സംവിധാനം കൂടുതൽ സുതാര്യമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിലാളികളെ പിന്തുണയ്ക്കാനും ഒന്റാറിയോയെ ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള മികച്ച സ്ഥലമാക്കി മാറ്റുന്നതിനുള്ള ഗവൺമെന്റ് നടത്തുന്ന വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നിയമം. അതേസമയം UK, USA, കാനഡ എന്നിവിടങ്ങളിൽ ഇന്ത്യക്കാർ പോയി പഠനം നടത്തുന്നത് ഒരു ട്രെൻഡായി മാറിയിട്ട് ഏതാനും വർഷങ്ങളായി. ഈ രാജ്യങ്ങളിലെ ആകെ വിദേശ വിദ്യാർത്ഥികളിലെ ഗണ്യമായൊരു ഭാഗം ഇന്ത്യക്കാരാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ OECD തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ 40% ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അമേരിക്കയിലും UKയിലുമുള്ള അന്തർദേശീയ വിദ്യാർത്ഥികളിൽ 25% ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലെ ഈ കുതിച്ചുചാട്ടം 2019 മുതലാണ് കാര്യമായി ആരംഭിച്ചത്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ നിലവാരം, മികച്ച സ്കോളർഷിപ്പ് അവസരങ്ങൾ, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ബിസിനസ് തുടങ്ങിയ മേഖലകളിലെ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക്